കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ്? ഉത്തരം ആക്കുളം. കേരളത്തിലെ ഏറ്റവും തെക്കുള്ള നിയമസഭാ മണ്ഡലം ഏത്? ഉത്തരം പാറശാല. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏത് ജില്ലയിലാണ് ഉള്ളത്? ഉത്തരം തിരുവനന്തപുരം. മത്സ്യബന്ധനത്തിനും കശുവണ്ടി വ്യവസായത്തിനും പേരുകേട്ട ജില്ല ഏത്? ഉത്തരം കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ എവിടെയാണ് വന്നത്? 1984 കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ വന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എന്ന്? 2011 ബാംഗ്ലൂരിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവികുളം. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏത്? ഉത്തരം വരയാട്. കേരളത്തിലെ ഏക നിത്യഹരിത വനം ഏത്? ഉത്തരം സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം പാലക്കാട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പറമ്പിക്കുളം. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം തൃശ്ശൂർ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് എന്ന്? 1891 ജനുവരി 1. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം CV രാമൻപിള്ള. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ മൗലിക കണങ്ങൾ ഏവ? ഉത്തരം പ്രോട്ടോണും ന്യൂട്രോണും. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക സംഖ്യയും ഉള്ള ആറ്റങ്ങൾക്ക് പറയുന്നത് എന്ത്? ഉത്തരം ഐസോട്ടോപ്പ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്? ഉത്തരം പ്രോട്ടോൺ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏത്? ഉത്തരം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എവിടെ? ഉത്തരം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ കാഴ്ചാ ബംഗ്ലാവ് എവിടെ? ഉത്തരം തിരുവനന്തപുരം കാഴ്ചാ ബംഗ്ലാവ്. കേരളത്തിലെ ആദ്യത്തെ വിമാന സർവീസ് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം മുംബൈ. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ എവിടെയാണ്? ഉത്തരം മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് എവിടെയാണ്? ഉത്തരം ഓമന കുഞ്ഞമ്മ. മാരക രോഗികളായ രോഗികൾക്ക് അന്തസ്സോടെ മരിക്കാൻ അനുവദിച്ചുകൊണ്ട് 2025 ജനുവരി 31 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി നടപ്പിലാക്കാൻ ഏത് സംസ്ഥാനമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്? മാരക രോഗികളായ രോഗികൾക്ക് അന്തസ്സോടെ മരിക്കാൻ അനുവദിച്ചുകൊണ്ട് 2025 ജനുവരി 31 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി നടപ്പിലാക്കാൻ ഏത് സംസ്ഥാനമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്? ഉത്തരം കർണാടക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ വിരമിച്ച ജഡ്ജിമാരെ സ്ഥാനമേൽക്കാൻ പ്രേരിപ്പിക്കാൻ അവകാശമുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ വിരമിച്ച ജഡ്ജിമാരെ
സ്ഥാനമേൽക്കാൻ പ്രേരിപ്പിക്കാൻ അവകാശമുണ്ട്? ഉത്തരം ആർട്ടിക്കിൾ 224A. 2022-2025 കാലയളവിലെ ICC വുമൺസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ഏത് രാജ്യമാണ്? 2022-2025 കാലയളവിലെ ICC വുമൺസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ഏത് രാജ്യമാണ്? ഉത്തരം ഓസ്ട്രേലിയ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് എത്ര ശതമാനമായി കുറച്ചു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് എത്ര ശതമാനമായി കുറച്ചു? ഉത്തരം 6.25%. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2023 കേരള ശാസ്ത്ര പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഉത്തരം ഡോക്ടർ എസ് സോമനാഥ്. ഡൽഹിയിൽ ഭരണം പിടിച്ചെടുത്ത പാർട്ടി ഏത്? ഡൽഹിയിൽ ഭരണം പിടിച്ചെടുത്ത പാർട്ടി ഏത്? ഉത്തരം ഭാരതീയ ജനതാ പാർട്ടി. 27 വർഷത്തിനു ശേഷമുള്ള അധികാരമാറ്റമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം ഏത്? ഉത്തരം വാമനപുരം, തിരുവനന്തപുരം. സംസ്കാരം, വിനോദസഞ്ചാരം, കൃത്രിമബുദ്ധിയിലെ പുരോഗതി എന്നിവ ആഘോഷിക്കുന്നതിനായി 2026 ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ദ്വിവർഷമായി ആചരിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്? സംസ്കാരം, വിനോദസഞ്ചാരം, കൃത്രിമബുദ്ധിയിലെ പുരോഗതി എന്നിവ ആഘോഷിക്കുന്നതിനായി 2026 ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ദ്വിവർഷമായി ആചരിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്? ഉത്തരം ഇന്ത്യ, സ്പെയിൻ. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിനിൻ്റെ ഗൂഗിൾ അംബാസിഡർ ആര്? ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിനിൻ്റെ അംബാസിഡർ ആര്? ഉത്തരം മഞ്ജു വാര്യർ. 2024 ഓഗസ്റ്റിൽ ജപ്പാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏത്? 2024 ഓഗസ്റ്റിൽ ജപ്പാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏത്? ഉത്തരം ഷാൻ. അന്താരാഷ്ട്ര തിമിംഗല സ്രാവ് ദിനം എന്ന്? അന്താരാഷ്ട്ര തിമിംഗല സ്രാവ് ദിനം എന്ന്? ഉത്തരം ഓഗസ്റ്റ് 30. 2024 ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന കായിക താരം സാക്ഷി മാലിക്കിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഏത്? 2024 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ കായിക താരം സാക്ഷി മാലിക്കിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഏത്? ഉത്തരം സാക്ഷി. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് ആദ്യ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് ആദ്യ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കുന്നത്? ഉത്തരം ഗുരുഗ്രാം. 2024 പ്രശസ്തമായ എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? 2024 പ്രശസ്തമായ എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഉത്തരം N.S. മാധവൻ. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ 2024 കേരള ജ്യോതി അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ 2024 കേരള ജ്യോതി അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? ഉത്തരം M.K. സാനു. നഗരങ്ങളിലെ സുസ്ഥിര വികസനത്തിനുള്ള ഗ്ലോബൽ അവാർഡിന് തിരഞ്ഞെടുത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ? നഗരങ്ങളിലെ സുസ്ഥിര വികസനത്തിനുള്ള ഗ്ലോബൽ അവാർഡിന് തിരഞ്ഞെടുത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ? ഉത്തരം തിരുവനന്തപുരം. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പിൻ്റെ ഔദ്യോഗിക മാസിക? മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പിൻ്റെ ഔദ്യോഗിക മാസിക?
ഉത്തരം സുരഭി. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? ഉത്തരം സൗദി അറേബ്യ. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറുന്ന രാജ്യം ഏത്? UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറുന്ന രാജ്യം ഏത്? ഉത്തരം അമേരിക്ക. 2025 ബഹിരാകാശത്തു കൃത്രിമ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജനും റോക്കറ്റ് ഇന്ധനവും ഉൽപ്പാദിപ്പിച്ചുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏത്? 2025 ബഹിരാകാശത്തു കൃത്രിമ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജനും റോക്കറ്റ് ഇന്ധനവും ഉൽപ്പാദിപ്പിച്ചുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏത്? ഉത്തരം ചൈന. ഇന്ത്യയുടെ ചാന്ദ്രയാൻ 4 വിക്ഷേപണത്തിനായി ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ ചാന്ദ്രയാൻ 4 വിക്ഷേപണത്തിനായി ഒരുങ്ങുന്നത്. ഉത്തരം 2027. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആര്? 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആര്? ഉത്തരം പൃഥ്വിരാജ്. കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഉള്ള കേരള സർവകലാശാലയുടെ കാർഷിക പദ്ധതി ഏത്? കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർവകലാശാലയുടെ കാർഷിക പദ്ധതി ഏത്? ഉത്തരം ഹരിതാലയം. വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഏത്? വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഏത്? ഉത്തരം ഓപ്പറേഷൻ ദം. കേന്ദ്ര സർക്കാരിൻ്റെ ജനനി ശിശു സുരക്ഷാ കാര്യക്രം കേരളത്തിൽ ഏത് പേരിലാണ് നടപ്പിലാക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ ജനനി ശിശു സുരക്ഷാ കാര്യക്രം കേരളത്തിൽ ഏത് പേരിലാണ് നടപ്പിലാക്കുന്നത്? ഉത്തരം അമ്മയും കുഞ്ഞും. നിർധന രോഗികളുടെ ചികിത്സാ സഹായത്തിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറി ഏത്? നിർധന രോഗികളുടെ ചികിത്സാ സഹായത്തിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറി ഏത്? ഉത്തരം കാരുണ്യ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ ജില്ലാ ആശുപത്രിയിൽ ബൈപ്പാസ് ഹൃദയ ശസ്ത്രക്രിയ നടന്നത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ ജില്ലാ ആശുപത്രിയിൽ ബൈപ്പാസ് ഹൃദയ ശസ്ത്രക്രിയ നടന്നത് എവിടെ? ഉത്തരം എറണാകുളം. നീതി ആയോഗിൻ്റെ 2021 ദേശീയ ആരോഗ്യ സൂചികയിൽ സംസ്ഥാനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? നീതി ആയോഗിൻ്റെ 2021 ദേശീയ ആരോഗ്യ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം ഏത്? 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഉത്തരം യുണൈറ്റഡ് കിങ്ഡം. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം പോൾ സക്കറിയ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഹരിക്കെയിൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്?
ഉത്തരം NW3. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? ഉത്തരം സൗദി അറേബ്യ. ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് എന്ത്? ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് എന്ത്? ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ഉത്തരം രക്തം. മനുഷ്യ ശരീരത്തിൽ ഉപചായ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തിൽ ഉപചായ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? ഉത്തരം കരൾ. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഉത്തരം മിഠായി. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട ദിനം ഏതാണ്? ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഉത്തരം ആഗസ്റ്റ് 23. അപ്പുകിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അപ്പുകിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? ഉത്തരം സാഞ്ചി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചന ഏതാണ്? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചന ഏതാണ്? ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആര്? വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആര്? ഉത്തരം സംസ്ഥാനത്തിലെ ഗവർണർ. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്ന വർഷം ഏത്? ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 2012. പെൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നുപോകുന്നത്? പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നുപോകുന്നത്? ഉത്തരം ഗ്രീൻവിച്ച്. ഉത്തരായനരേഖ കടന്നുപോകാത്ത സംസ്ഥാനം ഏത്? ഉത്തരായനരേഖ കടന്നുപോകാത്ത സംസ്ഥാനം ഏത്? ഉത്തരം ഒഡീഷ. എൽ നിന്നോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? എൽ നിന്നോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഉത്തരം തെക്കേ അമേരിക്ക. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേര് എന്താണ്? വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേര് എന്താണ്? ഉത്തരം ലൂ.
കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശ്ശൂർ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്ത്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം മഴക്കാടുകൾ. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? മേൽക്കൂര മഴവെള്ളം ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്? മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്? ഉത്തരം മിൽപ്പ. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്ന്? 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്ന്? ഉത്തരം 1937. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ഏത് സമരത്തിലാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ഏത് സമരത്തിലാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏവ? 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏവ? ഉത്തരം പാലക്കാട്, ചേലക്കര. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം റഷ്യ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം പള്ളിവാസൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ഉത്തരം വയനാട്. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പറമ്പിക്കുളം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ഏത്? കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ഏത്? ഉത്തരം 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏത്? ഉത്തരം ഓസ്ട്രേലിയ. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം ഏത്? ഉത്തരം അഫ്ഗാനിസ്ഥാൻ.
ഏറ്റവും കൂടുതൽ ജൂതന്മാർ ഉള്ള രാഷ്ട്രം ഏത്? ഉത്തരം ഇസ്രായേൽ. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം മലബാറിൻ്റെ പൂന്തോട്ടം. മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത്? ഉത്തരം രാജാ രവിവർമ്മ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏത്? ഉത്തരം ബോംബെ സമാചാർ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഉത്തരം ഗോവ. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആദ്യകാലത്ത് ദാസിയാട്ടം എന്നറിയപ്പെട്ടിരുന്ന ഏതു കലാരൂപമാണ് സതീർ എന്ന് അറിയപ്പെട്ടത്? ഉത്തരം ഭാരതനാട്യം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച ആദ്യ മലയാള ചലച്ചിത്രം ഏത്? രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച ആദ്യ മലയാള ചലച്ചിത്രം ഏത്? ഉത്തരം ചെമ്മീൻ. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഉത്തരം ആനമുടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ഏത്? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ഏത്? ഉത്തരം ഇലക്ട്രിക് ഫാൻ. 1857 കലാപം അറിയപ്പെടുന്നത് ഏത് പേരിൽ? 1857 കലാപം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം ശിപ്പായി ലഹള. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമായിട്ടാണ് അറിയപ്പെടുന്നത്? സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമായിട്ടാണ് അറിയപ്പെടുന്നത്? ഉത്തരം നിയമവകാശം. ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര്? ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര്? ഉത്തരം അരുന്ധതി റോയ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം കാവേരി. കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏത്? കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏത്? ഉത്തരം മോഹിനിയാട്ടം.